ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് ഒക്കെയല്ലേ വരുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഞാൻ വെയിറ്റ് ലോസ് ജേണിയാണ് എൻ്റെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെനിക്ക് കുറേ നല്ല കമൻസും നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. ക്രിസ്മസ് പ്രമാണിച്ച് കുറച്ചുകൂടെ ഒന്ന് ട്രിമ്മായിട്ടും അതുപോലെ തന്നെ ഒന്നുകൂടെ ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രിസ്മസിന് നല്ല ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണമെങ്കിൽ ഒരു കുറച്ച് വെയിറ്റ് കുറച്ചൊന്ന് ട്രിമ്മായ കുറച്ചുകൂടെ കാണാൻ അടിപൊളിയായിരിക്കില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ നമുക്ക് ക്രിസ്മസ് പ്രമാണിച്ച് കുറച്ച് ഒരു 1 വീക്ക് കൊണ്ട് ഒരു 4 kg കുറച്ചെടുത്താലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന്. സോ ക്രിസ്മസ് ആയിട്ട് കുറച്ചെങ്കിലും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവൻ കണ്ടോളൂ. ഒരു 1 വീക്ക് ഡയറ്റ് പ്ലാൻ ആണ് ക്രിസ്മസിന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ വന്നിട്ട് ആദ്യം ഒരു 87 kg ആണ് ഉണ്ടായിരുന്നത്. ഞാനൊരു 13-14 kg റെഡ്യൂസ് ചെയ്തിട്ട് ഇപ്പം എൻ്റെ കറണ്ട് വെയിറ്റ് ഒരു 73-72 kg ആണ് ഇപ്പം എൻ്റെ വെയിറ്റ് ഉള്ളത്. എനിക്ക് കുറച്ചുകൂടെ വെയിറ്റ് കുറയ്ക്കണം, ഒരു 3-4 kg കൂടെ കുറയ്ക്കണം. ഞാനും ഇന്ന് മുതലും നിങ്ങളുടെ കൂടെ ഈ ഡയറ്റ് പ്ലാൻ തന്നെ ഫോളോ ചെയ്യാൻ പോകണം. സോ നിങ്ങൾ എന്തായാലും ഈ ഡയറ്റ് പ്ലാൻ ഒന്ന് ഫോളോ ചെയ്തോളൂ. ഞാനും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നെക്സ്റ്റ് ഒരു 1 വീക്കും കൂടെ ആകുമ്പോഴേക്കും കുറച്ചുകൂടെ kgs കൂടെ കുറച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ ഒരു ഗോൾ വെയിറ്റിലേക്ക് ഞാൻ എത്തും. സോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ട്രൈ ചെയ്തോളൂ. നമുക്ക് വെയിറ്റ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി ഉള്ളൊരു കാര്യമല്ല. പക്ഷെ നമ്മൾ കുറച്ച് നമ്മുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചൊക്കെ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, കുറച്ച് കോൺഫിഡൻസോടുകൂടെ പുറത്ത് പോകാം, എല്ലാം പറ്റും. ആൻഡ് ഓൾസോ നമ്മുടെ സ്കിന്നും കൂടെ കുറച്ചുകൂടെ ഗ്ലോ ആവും. നമ്മുടെ ഡയറ്റ് ഒന്ന് ജങ്ക് ഫുഡ്സൊക്കെ മാറ്റി നമ്മുടെ ഡയറ്റ് ഒന്ന് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ തന്നെ, ഡയറ്റിലൊക്കെ കുറച്ച് വ്യത്യാസം വരുത്തി നല്ല ഫുഡ്സൊക്കെ കഴിച്ചാൽ തന്നെ നമ്മുടെ സ്കിന്നിൽ കുറച്ചുകൂടെ ഗ്ലോ വരും. എൻ്റെ പ്രീവിയസ് സ്കിന്നൊക്കെ വളരെ മോശമായിട്ടിരുന്നു. ഇപ്പോൾ ഭയങ്കരമായിട്ട് അടിപൊളിയായി എന്നല്ല, എന്നാലും കുറച്ച് ഗ്ലോ വന്നിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ ഫുഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ് ജങ്ക് ഫുഡ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചപ്പോൾ എൻ്റെ സ്കിന്നിൽ കുറച്ചുകൂടെ ഒരു ഗ്ലോ, ഒരു ബ്രൈറ്റ്നസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ക്രിസ്മസിന് വേണ്ടിയിട്ടെന്നല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഈ ക്രിസ്മസ് ഒക്കെ വരുമ്പോഴേക്കും ഇച്ചിരിയോടെ മെലിഞ്ഞ് നല്ല ടയറൊക്കെ ഇട്ട് നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ ഈ ഡയറ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയോളൂ. ഞാൻ ഡയറ്റ് എന്തൊക്കെയാണ് ഓരോ ഡേയിലും നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടതെന്ന് ഞാൻ ഡയറ്റ് ഇവിടെ സ്ക്രീൻഷോട്ടായിട്ട് സൈഡിൽ എവിടെയെങ്കിലും കൊടുത്തിരിക്കാം. സോ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരു 7 days ഫോളോ ചെയ്ത് നോക്കൂ. ഭയങ്കര എക്സ്പെൻസീവായിട്ട് കുറേ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളൊന്നും ഇല്ല. നമ്മുടെ വീട്ടിലുള്ള ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ തന്നെയാണ്. അത് വെച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ കുഞ്ഞു സാധനങ്ങൾ 1-2 സാധനങ്ങൾ മാത്രം വാങ്ങിക്കേണ്ടതുണ്ടാവുള്ളൂ. സോ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. എന്ത് ഡയറ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3 liters ഓഫ് വാട്ടർ ഡെയിലി കുടിക്കുക. 3 ലിറ്റർ വെള്ളം എന്തായാലും കുടിച്ചിരിക്കണം. അതിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ 3 ലിറ്റർ വെള്ളം ഡെയിലി കുടിച്ചിരിക്കണം. ഒരു 2.5 മിനിമം കുടിച്ചിരിക്കണം. ആൻഡ് ഓൾസോ ഷുഗർ അവോയ്ഡ് ചെയ്യുക. ഷുഗർ നമുക്ക് വേണ്ട. ഇറ്റ്സ് വെരി ബാഡ് ടു ഹെൽത്ത്, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും എല്ലാവരും ചായയിലും ഇതിലൊക്കെ ആയിട്ട് കുറേ എടുത്ത് കഴിക്കും. ഷുഗർ നല്ലപോലെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ്, ഫ്രൈഡ് ഐറ്റംസ്, അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട. ഡയറ്റിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉൾപ്പെടുത്തണ്ട. അത് നമുക്ക് നല്ല സാധനമല്ല എന്ന് എല്ലാവർക്കും അറിയാമെങ്കിൽ എല്ലാവരും ഡെയിലി കഴിക്കും. പക്ഷെ അതൊന്നും വേണ്ട. നമുക്ക് കുറച്ച് ദിവസത്തേക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട. ബേക്കറി ഐറ്റംസ് വേണ്ട, ഫ്രൈഡ് ഐറ്റംസ് വേണ്ട, അതുപോലെ തന്നെ ഷുഗർ, ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമുക്ക് വേണ്ട. അതുപോലെ തന്നെ ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഫുഡിലൊക്കെ നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക. നമ്മുടെ വാട്ടർ റിട്ടൻഷനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഉപ്പ് അധികം കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഉപ്പൊക്കെ മോഡറേറ്റ് ലെവലിൽ കഴിക്കുക. ഷുഗർ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ആൻഡ് ഓൾസോ രാത്രി കിടക്കാൻ പോകുന്നതിനേക്കാളും ഒരു 3 മണിക്കൂർ മുൻപെങ്കിലും ഡിന്നർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. 10 മണിക്ക് ഉറങ്ങാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഒരു 7 മണിക്കെങ്കിലും ഡിന്നർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നെഗറ്റീവ് എഫക്റ്റ് ആണ്. നമ്മൾ വീണ്ടും തടിച്ച് വരും. നമ്മൾ കിടക്കുന്നതിനേക്കാളും തൊട്ട് മുൻപ് ഫുഡ് കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ വീർത്ത് വരും. സോ അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂറെങ്കിലും മുൻപ് ഫുഡ് കഴിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് കിടക്കാൻ നോക്കുക. ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടെ പറയട്ടെ, എക്സസൈസ് ചെയ്യാൻ സമയമില്ലാത്തവരാണെങ്കിലും ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ഉറപ്പായിട്ടും കുറയും, അത് ഉറപ്പാണ്. പക്ഷേ എക്സസൈസ് ചെയ്യാൻ ടൈമുള്ള ആൾക്കാരാണെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും 1-2 ചെറിയ എക്സസൈസ്, ഇപ്പോൾ യൂട്യൂബൊക്കെ നോക്കിയിട്ട് കുഞ്ഞ് ഹോമിലി എക്സസൈസ് എന്തെങ്കിലും ചെയ്യാം. അതല്ല എങ്കിൽ നടക്കാൻ പറ്റുമെങ്കിൽ ഒരു 30 minutes, അറ്റ്ലീസ്റ്റ് 30 minutes എ ഡേ എങ്കിലും നടക്കാനായിട്ട് ശ്രമിക്കാം.
ഇനി അതും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ വീട്ടിൽ സ്റ്റെയർ കേസ് ഉണ്ടാവുമല്ലോ, സ്റ്റെയർ കേസ് ഒരു 10-20 തവണ മുകളിൽ കയറി ഇറങ്ങുക, അങ്ങനെ കുറച്ച് ഒരു 10-20 തവണ അങ്ങനെ കയറി ഇറങ്ങുക, അതെങ്കിലും ചെയ്യാം. ഇങ്ങനെ ഒരു 30 മിനിറ്റ് നടക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഒന്ന് സ്റ്റെപ്പ് കയറി ഇറങ്ങുക, അതെങ്കിലും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് നിങ്ങളുടെ ഹെൽത്തിന്. ഓക്കെ, അപ്പോൾ ഡേ 1 കാര്യം പറയാം. ഡേ 1 നമ്മൾ കഴിക്കുന്നത് 2 പുഴുങ്ങിയ മുട്ടയാണ്. 2 പുഴുങ്ങിയ മുട്ടയും അതുപോലെ തന്നെ ഗ്രീൻ ടീ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ്, ചിലപ്പോൾ ബ്ലാക്ക് ടീ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ വിത്തൗട്ട് ഷുഗറാണ് കഴിക്കേണ്ടത്. 2 ബോയിൽഡ് എഗ്ഗും കൂടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കുക, ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചുമ്മാ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറെങ്കിലും ചുമ്മാ നമ്മുടെ എംപ്റ്റി സ്റ്റൊമക്കിൽ എന്തായാലും കുടിച്ചിരിക്കണം. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടക്കാൻ പാടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് 2 ബോയിൽഡ് എഗ്ഗും അതുപോലെ തന്നെ ഗ്രീൻ ടീ ആണ് കുടിക്കേണ്ടത്. ആൻഡ് മിഡ് സ്നാക്കായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് കഴിഞ്ഞിട്ട് മിഡ് സ്നാക്കായിട്ട് ഒരു ആപ്പിളാണ് കഴിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ലഞ്ചിന് നിങ്ങൾ എന്താ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബ്രസ്റ്റ് വേവിച്ചിട്ട്, അതായത് ചുമ്മാ പുഴുങ്ങിയെടുക്കുമല്ലോ നമ്മൾ, ഉപ്പും കുരുമുളകും ചെറുതായിട്ട് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് പുഴുങ്ങിയെടുത്തിട്ട് ചിക്കൻ ബ്രസ്റ്റ് കഴിക്കുക. അല്ലെങ്കിൽ ഗ്രിൽ ചെയ്ത ചിക്കൻ ബ്രസ്റ്റ് ആയാലും കുഴപ്പമില്ല. അലോങ് വിത്ത് ദാറ്റ് സോർട്ടഡ് വെജിറ്റബിൾസും കൂടെ കഴിക്കുക. അതാണ് ലഞ്ചിന് നിങ്ങൾ എടുക്കേണ്ടത്. ആൻഡ് ഈവനിങ് സ്നാക്കായിട്ട്, അതായത് 4 മണി സ്നാക്കായിട്ട് നമ്മൾ മുൻപ് കഴിച്ചിരുന്ന എന്തൊക്കെയാണ്, സമൂസ, കട്ട്ലേറ്റ്, അത് ഇത്, ചായ, വറവ് പലഹാരങ്ങൾ, ഇതൊക്കെയാണ് കഴിച്ചിരുന്നത്. പക്ഷേ 4 മണിക്ക് നമ്മളിപ്പോൾ കഴിക്കേണ്ടത് ഒരു ഹാൻഡ്ഫുൾ ഓഫ് ആൽമണ്ട്സ് എന്താ ബദാം ഒരു ഹാൻഡ്ഫുൾ, ഒരു 10 എണ്ണം, അതിൽ കൂടുതൽ കഴിക്കേണ്ട, ഒരു 10-12 മാക്സിമം, അതിൽ കൂടുതൽ കഴിക്കേണ്ട. ഒരു 4 മണിക്ക് നമ്മൾ അത് കഴിക്കുക. പിന്നെ രാത്രി നമ്മൾ കഴിക്കുന്നത് സോർട്ടഡ് വെജിറ്റബിൾസ് ആണ്. അതായത് ലെറ്റ്യൂസ്, ബ്രോക്കലി, ക്യാരറ്റ്, ക്യുക്കുംബർ, ഇതെല്ലാം കൂടി ഇട്ടൊരു സാലഡോ അല്ലെങ്കിൽ സോട്ട് ചെയ്തിട്ട് പെപ്പർ മാത്രം ഇട്ടിട്ട് സോട്ട് ചെയ്തിട്ട് സോർട്ടഡ് വെജിറ്റബിൾസ് ആണ് നൈറ്റ് കഴിക്കേണ്ടത്. നൈറ്റ് അതിൻ്റെ കൂടെ ഒരു ബോയിൽഡ് എഗ്ഗും കൂടെ കഴിക്കാം. ബോയിൽഡ് എഗ്ഗ് കഴിക്കുമ്പോൾ ഒരു ദിവസം 3 ബോയിൽഡ് എഗ്ഗിൽ കൂടുതൽ കഴിക്കേണ്ട. അതായത് ഇപ്പോൾ 2 ഹോൾ എഗ്ഗ് കഴിക്കുകയാണെങ്കിൽ ഒരു എഗ്ഗ് വൈറ്റ് മാത്രം കഴിച്ചാൽ മതി. 3 എണ്ണം മാക്സിമം കഴിക്കാൻ പാടുള്ളൂ. സോ ഇതാണ് ഡേ 1 ട്രൈ ചെയ്ത് നോക്കുക. ഡേ 1 കൃത്യമായിട്ട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ ഇവിടെയും സ്ക്രീൻഷോട്ട് കൊടുക്കാം, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡേ 1 ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഡേ 2 കുറിച്ച് പറയാം. ഡേ 2 നമ്മൾ കഴിക്കേണ്ടത്, രാവിലെ തന്നെ കഴിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓട്സ് ആണ്. അതായത് മിൽക്ക് വേണമെങ്കിൽ ലോ ഫാറ്റ് മിൽക്ക് ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഓട്സ് കഴിക്കാം. ഓട്സും അതിന് കൂടെ തന്നെ ഒരു ഗ്രീൻ ടീയും നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം മിഡ് സ്നാക്കായിട്ട് ഒരു ഓറഞ്ച് കഴിക്കാവുന്നതാണ്. ഫ്രൂട്ട്സ് കുറേ ആയിട്ട് കൺസ്യൂം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് ഫ്രൂട്ട്സ് കുറേ കഴിക്കുമ്പോൾ അതിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലാണ്, സ്വീറ്റ്നെസ് കൂടുതലായതുകൊണ്ട് തന്നെ ഷുഗർ സ്പൈക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബോഡിയിൽ ഇൻക്രീസ് ആവും. അതുകൊണ്ട് ഫ്രൂട്ട്സ് അധികം കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മിഡ് സ്നാക്കായിട്ട് ഒരു ഓറഞ്ച് എടുത്താൽ മതി. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കേണ്ടത് ഗ്രിൽഡ് ഫിഷ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കഴിച്ചത് ഗ്രിൽഡ് ചിക്കൻ ബ്രസ്റ്റ് ആണെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ ഗ്രിൽഡ് ഫിഷ്, ഏതെങ്കിലും ഒരു ഫിഷ് ഗ്രിൽ ചെയ്തിട്ട്, അതായത് എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് ഒരിക്കലും കഴിക്കരുത്. ഒന്നില്ലെങ്കിൽ നമ്മൾ മറ്റേ ഇങ്ങനെ വാഴയിലൊക്കെ വെച്ചിട്ട് പൊള്ളിച്ചൊക്കെ കഴിക്കില്ലേ, അങ്ങനെ കഴിക്കുക. ഇല്ലെങ്കിൽ ഗ്രിൽ ചെയ്ത് കഴിക്കുക. അതാണ് ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് കഴിക്കേണ്ടത്. അലോങ് വിത്ത് ദാറ്റ് കുറച്ച് വെജിറ്റബിൾ സാലഡോ എന്തെങ്കിലും കഴിക്കുക. അത് കഴിഞ്ഞിട്ട് 4 മണിക്ക് നമ്മൾ കഴിക്കേണ്ടത് ഒരു ഹാൻഡ്ഫുൾ ഓഫ് കാഷ്യൂനട്ടോ ഇല്ലെങ്കിൽ ഒരു ഗ്രീക്ക് യോഗേർട്ട് കഴിക്കാം. ഗ്രീക്ക് യോഗേർട്ട് കഴിക്കുമ്പോൾ ഫ്ലേവേർഡ് ആയിട്ടുള്ളത് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതായത് സ്ട്രോബെറി, ബ്ലൂബെറി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഫ്ലേവേർഡ് ആയിട്ടുള്ളതും കിട്ടും. ഫ്ലേവേർഡ് ആയിട്ടുള്ളത് കഴിക്കാതിരിക്കുക, കാരണം അതിൽ സ്വീറ്റ്നെസ് കൂടുതലാണ്. സോ പ്ലെയിൻ ഗ്രീക്ക് യോഗേർട്ട് കഴിക്കുക. ആൻഡ് ഡിന്നറായിട്ട് നമ്മൾ കഴിക്കേണ്ടത് ചീസ് ഉണ്ടല്ലോ, കോട്ടേജ് ചീസ് ഗ്രിൽ ചെയ്തിട്ട് കഴിക്കുക. ഒരു കുറച്ച് പീസ് കഴിക്കുക അതിൻ്റെ. ആൻഡ് ഗ്രീൻ വെജിറ്റബിൾ സാലഡും കൂടെ നൈറ്റ് കഴിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡേയിൽ വരുന്നത്. ഈസിയാണ്. നമ്മൾ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു കുറച്ച് വ്യത്യാസം മാത്രം വരുത്തും. നമ്മൾ ലഞ്ചിന് ചോറൊക്കെ വാരി വലിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ നിന്ന് മാറ്റി പിടിക്കുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് ശരീരത്തിന് കിട്ടേണ്ട പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസ് എല്ലാതും നമുക്ക് ഒരു ഡേയിൽ കഴിക്കുന്നതെന്ന് കിട്ടുകയും വേണം. എന്നാൽ നമുക്ക് നമ്മളുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ കയറാനും പാടില്ല. അങ്ങനെയാണ് നമ്മൾ ഡെയിലി ഫുഡ് കഴിക്കേണ്ടത്. പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുക. ഇപ്പോൾ ഈ ഗ്രിൽഡ് ചിക്കൻ അല്ലെങ്കിൽ ഗ്രിൽഡ് ഫിഷ് എന്നൊക്കെ പറയുന്നത് ഒരു 10 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം 6 എണ്ണം കഴിക്കാന്നല്ല, ഒരു ചെറിയ പോർഷൻ കഴിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് തീരെ റൈസ് പറ്റാത്ത ഒരാളാണെങ്കിൽ ഉച്ചയ്ക്ക് ഇത്തിരി കുറച്ച് റൈസ് കഴിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ
ഒരു പിടി റൈസ് എടുത്ത് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ക്വാണ്ടിറ്റി കൂടാതിരിക്കാൻ ശ്രമിക്കണം. ബിക്കോസ് നമ്മൾ ഡയറ്റിലാണ്. അത് മൈൻഡിൽ വെച്ചിട്ട് എന്തും കഴിക്കാൻ പാടുള്ളൂ. സോ നമുക്കിനി ഡേ 3യിലോട്ട് കിടക്കാം. ഡേ 3യിൽ നമ്മൾ മോർണിംഗിൽ കഴിക്കേണ്ടത് ഒരു സ്മൂത്തിയാണ്. എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് വെച്ചിട്ട്, അതായത് വേണമെങ്കിൽ ആപ്പിൾ സ്മൂത്തി ആവാം, ഇല്ലെങ്കിൽ ഒരു ബനാന സ്മൂത്തി ആവാം, എന്തെങ്കിലും ഒരു സ്മൂത്തിയാണ് നമ്മൾ രാവിലെ കുടിക്കേണ്ടത്. സ്മൂത്തി കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മിഡ് സ്നാക്കായിട്ട് കഴിക്കേണ്ടത് നട്ട്സ് ആണ്. അതായത് ഇപ്പോൾ കപ്പലണ്ടിയോ അല്ലെങ്കിൽ പിസ്തയോ ബദാമോ എന്തെങ്കിലും, കാഷ്യൂ നട്ടോ എന്തെങ്കിലും ഒരു നട്ട്സ് എടുക്കുക മിഡ് സ്നാക്കായിട്ട്. അതുപോലെ തന്നെ ലഞ്ചിന് നമ്മൾ കഴിക്കുന്നത് ചിക്പി സാലഡാണ്. അതായത് നമ്മളുടെ കടലയുണ്ടല്ലോ, വെള്ളക്കടല അല്ലെങ്കിൽ പുഴുങ്ങിയ മറ്റേ ബ്രൗൺ പയറുണ്ടല്ലോ, ആ പയറോ കടലയോ വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് കപ്പലണ്ടിയും കൂടെ ഇട്ടിട്ടുള്ള ഒരു സാലഡാണ് നമ്മൾ ലഞ്ചിനായിട്ട് ഡേ 3യിൽ കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഭയങ്കര ഹെൽത്തിയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലെമൺ ജ്യൂസൊക്കെ സ്ക്യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഓരോ പരിപാടിക്കൊക്കെ പോകുമ്പോൾ, അതായത് ഇപ്പോൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ റോഡിലിങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവില്ലേ, ഈ പാനിപ്പൂരി സ്റ്റോളിലൊക്കെ കിട്ടും ഒരു ചിക്പി സാലഡ്. അപ്പോൾ അത് കഴിക്കുന്നത് വളരെ നല്ലതാണ്, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ അത് കഴിക്കുക. പിന്നെ 4 മണിക്ക് സ്നാക്കായിട്ട് എന്താ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും, വീട്ടിലിപ്പോൾ 4 മണിക്ക് ഇപ്പോൾ കൊഴുക്കട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കൂലേ, പക്ഷെ അതിൽ ഈ പഞ്ചസാര അതൊന്നും ആഡ് ചെയ്യാതെ വേണമെങ്കിൽ അട, കൊഴുക്കട്ട അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് കഴിക്കാം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാൻഡ്ഫുൾ ഓഫ് നട്ട്സോ അങ്ങനെ എന്തെങ്കിലും 4 മണിക്ക് കഴിക്കാം. അതിന് ഡിന്നറായിട്ട് കഴിക്കേണ്ടത് എന്തെങ്കിലും ഒരു സൂപ്പാണ്. എന്തെങ്കിലും വെജിറ്റബിൾ സൂപ്പോ ഇല്ലെങ്കിൽ ചിക്കൻ സൂപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റം കഴിക്കാം രാത്രി. ബിക്കോസ് നമ്മൾ ഇന്നത്തെ ദിവസം ചിക്കനോ ഫിഷൊന്നും എടുക്കാത്ത കാരണം നിങ്ങൾക്ക് രാത്രി വല്ല ഗ്രിൽഡ് ഫിഷോ അല്ലെങ്കിൽ ചിക്കൻ സൂപ്പോ വെജിറ്റബിൾ സൂപ്പോ കഴിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡേ 3യിൽ വരുന്നത്. ഇനി ഡേ 4നെ പറ്റി പറയുകയാണെങ്കിൽ, ഡേ 4ൽ നിങ്ങൾ രാവിലെ തന്നെ 2 എഗ്ഗ് ഓംലെറ്റ് ചെയ്തിട്ട് വെജിറ്റബിൾസും ആഡ് ചെയ്ത് കഴിക്കുക. അതായത് നമ്മളിപ്പോൾ ഓംലെറ്റ് ചെയ്യുമ്പോൾ അതിൽ കുറേ വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടിട്ട് ഓംലെറ്റിൽ മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ടാണെങ്കിലും കഴിക്കാം. ഇല്ലെങ്കിൽ 2 നോർമൽ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് വെജിറ്റബിൾസ് മാത്രമായിട്ടും കഴിക്കാം കൂടെ. അതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കേണ്ടത്. ആൻഡ് മിഡ് സ്നാക്കായിട്ട് നിങ്ങൾ ഒരു ആപ്പിളോ ഓറഞ്ചോ അങ്ങനെ അല്ലെങ്കിൽ വാട്ടർമെലൺ കട്ട് ചെയ്തിട്ടോ കഴിക്കാം മിഡ് സ്നാക്കായിട്ട്. ആൻഡ് ലഞ്ചായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് പനീർ കഴിക്കാം, ഫിഷ് കഴിക്കാം, അല്ലെങ്കിൽ ചിക്കൻ കഴിക്കാം. ഇത് എന്തെങ്കിലും കഴിക്കാം. അലോങ് വിത്ത് ഒരു റാഗി പുട്ടോ റാഗി ദോശയോ നിങ്ങൾക്ക് ലഞ്ചായിട്ട് എടുക്കാവുന്നതാണ്. റാഗി ഭയങ്കര ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്, അതെന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മിഡ് സ്നാക്കായിട്ട് നിങ്ങൾക്ക് ചെറുപയർ, കടല ഇതെല്ലാം വേവിച്ചത്, അതായത് മുളപ്പിച്ച ചെറുപയറാവാം, ഇല്ലെങ്കിൽ കടല വേവിച്ചതാവാം, പയർ വേവിച്ചതാവാം. ഇതെന്തെങ്കിലും നിങ്ങൾക്ക് നമ്മൾ കറി വയ്ക്കാൻ വേണ്ടി വേവിച്ചിട്ട് പിന്നെ കാച്ചുവൊക്കെ എടുക്കില്ലേ, പക്ഷെ അങ്ങനെയൊന്നും ചെയ്യേണ്ട. കറി വയ്ക്കാൻ ജസ്റ്റ് വേവിച്ചത് പോലെ ഉണ്ടെങ്കിൽ അത് വേവിച്ചത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നൈറ്റ് പനീറോ അല്ലെങ്കിൽ സൂപ്പോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസും കൂടെ കഴിക്കാവുന്നതാണ്. ഇതെല്ലാതും നമ്മളുടെ വയറിന് പറ്റിയ രീതിയിൽ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നൈറ്റ് നിങ്ങൾക്ക് പനീറും സൂപ്പും സാധനങ്ങളൊക്കെ മടുത്തെങ്കിൽ നിങ്ങൾക്ക് മില്ലറ്റ്സ് എന്തെങ്കിലും കുറുക്കി കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ റാഗി കുറുക്ക് തന്നെ കഴിക്കാവുന്നതാണ്. ഇതെന്തെങ്കിലും ചെയ്യാവുന്നതാണ്. ഇതാണ് ഡേ 4ൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നൈറ്റ് ഫുള്ള് സോക്ക് ചെയ്ത് വെച്ച ഓവർനൈറ്റ് ഓട്സ് ഡേ 5ൽ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. മിഡ് സ്നാക്കായിട്ട് ഇതുപോലെ വാൾനട്ട്സ് ഒരു ഹാൻഡ്ഫുൾ ഓഫ് വാൾനട്ട്സ് കഴിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഞ്ചിൽ നിങ്ങൾ എന്താ എടുക്കേണ്ടതെന്ന് വെച്ചാൽ മില്ലറ്റ്സ് ഉണ്ടല്ലോ, അതായത് ഗ്രിൽഡ് ചിക്കൻ ഓർ ഗ്രിൽഡ് ഫിഷ് എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ മില്ലറ്റ്സ്, ബർണിയാഡ് മില്ലറ്റ്, ലിറ്റിൽ മില്ലറ്റ് അങ്ങനത്തെ എന്തെങ്കിലും മില്ലറ്റ് നിങ്ങൾ എടുത്തിട്ട് ചോറ് പോലെ ആക്കിയിട്ട് വേവിച്ചിട്ടോ ഇല്ലെങ്കിൽ ഉപ്മാവ് പോലെ ആക്കിയിട്ടോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മിഡ് സ്നാക്കായിട്ട് നിങ്ങൾക്ക് വാട്ടർമെലൺ, ഒരു ഹാഫ് വാട്ടർമെലനൊക്കെ ചുമ്മാ ഇരുന്ന് കഴിക്കാവുന്നതാണ്. ബിക്കോസ് വാട്ടർമെലനിൽ കൂടുതൽ കുറച്ച് ഷുഗർ കണ്ടന്റ് ഉണ്ടെങ്കിലും ഭയങ്കര ഷുഗർ സ്പൈക്കിനുള്ള എലമെൻറ്റ്സ് ഒന്നുമില്ല. അതുപോലെ തന്നെ വാട്ടറാണ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വാട്ടർമെലൺ നല്ലപോലെ കഴിക്കാവുന്നതാണ്. നമുക്ക് നല്ല സ്റ്റൊമക്ക് ഫില്ലായിട്ടും ഇരിക്കും ചെയ്യും, അത് കഴിക്കാവുന്നതാണ്. പിന്നെ നൈറ്റ് എന്താ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ക്വിനോ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ അതാണ് പ്രൊനൗൺസിങ് എന്ന് എനിക്കറിയില്ല, QUINOA എന്നാണ് തോന്നുന്നു ക്യുനോ. അത് നമ്മൾ ഈ റൈസിന് പകരം നമ്മൾ
ഈ മില്ലറ്റ്സ് ഒക്കെ പോലത്തെ ഒരു സാധനം തന്നെയാണ്. റൈസിന് പകരം നമ്മൾ കഴിക്കുന്നതാണ്. പലരുടെ യൂട്യൂബ് വീഡിയോസിലും റൈസിന് പകരമായിട്ട് ക്വിനോവ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. കുറച്ച് പ്രൈസിയാണ്, നിങ്ങൾക്കത് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മില്ലറ്റ്സ് ഏതെങ്കിലും, മില്ലറ്റ്സിന് ഭയങ്കര റേറ്റ് ഒന്നുമില്ല, ഈ ക്വിനോവയുടെ അത്ര റേറ്റ് ഒന്നുമില്ല. പക്ഷെ മില്ലറ്റ്സ് ആയാലും നിങ്ങൾക്ക് രാത്രി മില്ലറ്റ് കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാവുന്ന. ഡേ 6 നിങ്ങൾക്ക് രാവിലെ തന്നെ ഒരു റാഗി ദോശയോ ഒരു റാഗി പുട്ടോ കഴിക്കാവുന്നതാണ്. വീട്ടിലുണ്ടാക്കുന്ന എന്ത് കറിയും, അതായത് ഭയങ്കരമായിട്ട് സ്പൈസി, ഭയങ്കരമായിട്ട് എല്ലാം ചേർത്ത് ഓയിലൊന്നും ചേർത്ത കറിയൊന്നും കഴിക്കരുത്. പക്ഷേ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും നോർമൽ ആയിട്ടുള്ള ചെറിയ ചെറിയ കറികൾ എന്തെങ്കിലും കഴിക്കാവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. പിന്നെ മിഡ് സ്നാക്കായിട്ട് ഒരു ബനാന കഴിക്കാവുന്നതാണ്. ബനാന പുഴുങ്ങി കഴിക്കേണ്ട, പുഴുങ്ങി കഴിക്കുമ്പോൾ കുറച്ച് വെയിറ്റ് ഗെയിൻ ആണെന്ന് ഹെൽപ്പ് ചെയ്യുക. പച്ചയ്ക്ക് കഴിക്കുക ബനാന. അതുപോലെ തന്നെ ലഞ്ചായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഫിഷ് ഐറ്റോ ചിക്കൻ ഐറ്റോ ആഡ് ചെയ്തിട്ട് കഴിക്കുക. അതുപോലെ തന്നെ ഈ മില്ലറ്റ്സ് ഏതെങ്കിലും ഒരു മില്ലറ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ക്വിനോവ ആഡ് ചെയ്തിട്ട് കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ 4 മണി സ്നാക്കായിട്ട് മുളപ്പിച്ച ചെറുപയറുണ്ടല്ലോ, മുളപ്പിച്ച ചെറുപയർ മാക്സിമം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നൈറ്റിൽ നിങ്ങൾ എന്തെങ്കിലും, ഇപ്പം നിങ്ങൾക്ക് ചീറ്റ് ഡേ ആയിട്ട് എന്തെങ്കിലും കഴിക്കണം തോന്നുവാണെങ്കിൽ അത് നിങ്ങൾ നൈറ്റിൽ കഴിക്കാതെ ഉച്ചയ്ക്കായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ചീറ്റ് മീലായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം അത് ഉച്ചയ്ക്ക് കഴിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. നൈറ്റിലേക്ക് ഹെവി ആയിട്ട് ഒന്നും കഴിക്കണ്ട. നൈറ്റിൽ നമ്മൾക്ക് ഇന്ന് കഴിക്കണത് ഒരു മറ്റേ സാലഡോ സൂപ്പോ മാത്രം കഴിച്ചിട്ട് രാത്രി കിടക്കുക. എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു ബിരിയാണി അങ്ങനെ കഴിക്കാൻ തോന്നി ഉച്ചയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു ബിരിയാണി എടുക്കുക, കഴിക്കുക. പക്ഷേ രാത്രി എന്ത് ചെയ്യണം, അത്രയും ഹെവി ആയിട്ട് ഉച്ചയ്ക്ക് കഴിച്ചതുകൊണ്ട് രാത്രിത്തെ മീൽ സ്കിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ രാത്രി എന്തെങ്കിലും ഒരു വെജിറ്റബിൾ മാത്രം കഴിച്ച് കിടക്കുകയോ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേ 6 വരുന്നത്. ഇനി നമ്മുടെ ഡേ 7 ഫൈനൽ ഡേനെ പറ്റി സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ ഡേനെ പറ്റി പറഞ്ഞു പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം. ഒന്നാമത്തെ ദിവസം ഞാൻ ഡയറ്റ് ചെയ്തു, 2 ഡയറ്റ് ചെയ്തു, 3 ഡയറ്റ് ചെയ്തു, 4 ഡയറ്റ് ചെയ്തു, 5, 6 അങ്ങനെ 6 ദിവസം ഇപ്പോൾ ഡയറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 7ാമത്തെ ദിവസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നതിന് ഉള്ളിൽ ഇങ്ങനെ ഒരു വിഷൻ ബോർഡ് കാണാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇത് ചെയ്യാൻ പറ്റും, നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും ഈ പ്ലാൻ. സോ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഡേയിലെത്തി, ഡേ 7 നിൽക്കുകയാണ് നമ്മൾ. ഡേ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ്. കാരണം നമ്മൾ ഇന്ന് ഭയങ്കര ഫാസ്റ്റിംഗ് ആണ് എടുക്കാൻ പോകുന്നത്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റാണ് ഡേ 7 എടുക്കാൻ പോകുന്നത്. കാരണം ഇത്ര ദിവസം നമ്മൾ ഡയറ്റ് ചെയ്ത് വന്നു. അതായത് ഡേ 7 ഒരു ഡീബ്ലോട്ട് ഡേ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് നമ്മൾ മാക്സിമം കട്ട ഡയറ്റ് എടുക്കാൻ പറ്റുന്ന പോലെ നമ്മൾ എടുക്കണം ഡേ 7. ഇപ്പോൾ നമ്മൾ മോർണിംഗിൽ 2 ബോയിൽഡ് എഗ്ഗും ഒരു ഗ്രീൻ ടീയും കഴിക്കാം. മിഡ് സ്നാക്കായിട്ട് നിങ്ങൾക്ക് ഒരു കഷ്ണം പൈനാപ്പിളോ പപ്പായയോ കഴിക്കാം. കുറേ കഴിക്കാൻ പാടില്ല, ഒരു ചെറിയ കഷ്ണം പൈനാപ്പിളോ പപ്പായയോ കഴിക്കാം. അതിനുശേഷം ലഞ്ചിന് ഗ്രിൽഡ് പനീർ കഴിക്കാം. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കഴിക്കാം. അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ട് 4 മണി സ്നാക്കായിട്ട് നിങ്ങൾ ഒരു ഗ്രീൻ ടീ മാത്രം കുടിച്ചാൽ മതി. അതുപോലെ തന്നെ നൈറ്റിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ മാത്രം കട്ട് ചെയ്തിട്ട് കഴിക്കാം. മാക്സിമം കുറച്ച് നമ്മളൊരു 7 ഡേയ്സ് എടുക്കുന്നതിൽ ഏറ്റവും കുറവ് ഫുഡ് കഴിക്കുന്നത് നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ 7th ഡേ ആയിരിക്കണം ഏറ്റവും കുറവ് ഫുഡ് കഴിക്കേണ്ടത്. സോ ദാറ്റ് നമുക്ക് ഈ ഒരു 7 ഡേ പ്ലാൻ തന്നെ ഇനി നെക്സ്റ്റ് ഒരു 7 ഡേയിലും കൂടെ നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി തോന്നും. ഈ ലാസ്റ്റ് ഡേ നമ്മൾ കുറച്ച് കട്ട ഡയറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു അടുത്ത 7 ഡേയ്ക്ക് ഇത് ഫോളോ ചെയ്യാൻ വേണ്ടി തോന്നും. നിങ്ങൾ ഇങ്ങനെ ഒരു 7 ഡേയ്സ് വെച്ചിട്ട് ഒരു 21 ഡേയ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾ നല്ല വെയിറ്റ് ലോസ് ആവുമെന്ന് എനിക്ക് 100% ഗ്യാരണ്ടിയാണ്. കാരണം ഞാനിതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് 100% റിസൾട്ട് ഉണ്ട്. ആൻഡ് ഓൾസോ ഞാനിതെല്ലാം ഒരു ഡയറ്റീഷ്യൻ്റെ കീഴിൽ എഴുതി വാങ്ങിച്ചിട്ട് ആളെനിക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് തന്ന പോലെയാണ് ഞാൻ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളെനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന പോലെയാണ് ഞാൻ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് നല്ലപോലെ ചേഞ്ച് ഉണ്ട്. ആൻഡ് ഓൾസോ ഒരു ഹാംഫുൾ ആയതോ ഒരു സൈഡ് എഫക്റ്റ് ഉള്ളതോ ഒരു കാര്യവും ഞാൻ ഒരു വീഡിയോയിലും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഒരു പറയുന്നില്ല. ഇപ്പോൾ പ്രൊമോഷൻ വീഡിയോ പോലെ എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങിച്ച് കഴിക്കുക, അല്ലെങ്കിൽ ആ ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിക്കുക, അങ്ങനെ ഇങ്ങനെ സംഭവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ഹെൽത്തി ആയിട്ടുള്ള മീൽസ് മാത്രമേ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ, പറയുന്നുള്ളൂ. ആൻഡ് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അത്രയും റിസൾട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ട്രൈ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ആൻഡ് ഓൾസോ ഞാനിപ്പോൾ ഇത്രയും വെയിറ്റ് ലോസ് ചെയ്തതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആൻഡ് ഓൾസോ പറ്റാവുന്നവരാണെങ്കിൽ ഒന്ന് വർക്കൗട്ട് ചെയ്യാനും കൂടെ ശ്രമിക്കുക. വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വാക്ക് ചെയ്യുക ഒരു 30 മിനിറ്റ്സ്, ഇല്ലെങ്കിൽ സ്റ്റെയർ കേസ് കയറി ഇറങ്ങുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
ആൻഡ് ഓൾസോ ഈ എല്ലാ ഡയറ്റ് എടുക്കുമ്പോഴും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ 3 liters ഓഫ് വാട്ടർ എന്തായാലും കംപ്ലീറ്റ് ചെയ്തിരിക്കണം, കുടിച്ചിരിക്കണം. ആൻഡ് ഓൾസോ ഈ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞാൽ ഷുഗർ, അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ്, ജങ്ക് ഫുഡ്സ്, ഫ്രൈഡ് ഐറ്റംസ് ഇതെല്ലാം ഒഴിവാക്കുകയും വേണം. ഫസ്റ്റ് ഓഫ് ഓൾ ഫോൺ എടുക്കുക. സൊമാറ്റോ, സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട്, ബ്ലിങ്കിറ്റ് അങ്ങനത്തെ ആപ്സൊക്കെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇപ്പം ന്യൂ ഇയർ അല്ലേ വരുന്നത്, ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ടും ക്രിസ്മസിനൊന്ന് അടിപൊളിയായിട്ട് തിളങ്ങാൻ വേണ്ടിയിട്ടും നിങ്ങൾ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വെയിറ്റ് കുറയ്ക്കണം എന്നൊരു ആഗ്രഹം എന്തായാലും വരും. സോ ഇനി എന്തായാലും ന്യൂ ഇയറിൽ അങ്ങോട്ട് ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് ഇനിയും കുറേ വെയിറ്റ് ലോസ് ജേണി, അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഓരോ ഡയറ്റ് പ്ലാൻ, അതുപോലെ തന്നെ ഓരോ ദിവസം ഇങ്ങനെ കഴിക്കേണ്ട സ്മൂത്തി, സാലഡ്സ്, ഇതിൻ്റെയൊക്കെ റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, വീഡിയോ കുറച്ചെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓൾസോ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആരെങ്കിലും വെയിറ്റ് ലോസിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് എന്നെപ്പോലെ വെയിറ്റ് ലോസിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അവരും കൂടെ നമ്മുടെ ജേർണിയിൽ ജോയിൻ ചെയ്യട്ടെ. എന്നിട്ട് നിങ്ങൾ ഈ 7 days ഡയറ്റ് പ്ലാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് 7 days കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എത്ര kg വെയിറ്റ് ലോസ് ആയി, ഇപ്പം എത്ര വെയിറ്റ് ആണെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് എത്ര kg ലോസ് ആയി എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. സോ അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. ഈ കമൻറ്റ്സ് വായിക്കുന്ന എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ്. ഈ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു മോട്ടിവേഷനും കൂടെ ആവും. സോ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ആരുടെ അടുത്തും ഫോഴ്സ് ചെയ്യില്ല ഒന്നും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇതിൽ സൈഡ് എഫക്ട്സോ ഇതിൽ ഹാർംഫുൾ ആയ ഒരു ഐറ്റംസും ഞാൻ പറഞ്ഞിട്ടില്ല. കണ്ടിട്ട് ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും തോട്ട്സ്, എന്തെങ്കിലും കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്തേക്കുക. ആൻഡ് ഓൾസോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഇനി ഫ്യൂച്ചറിൽ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ്, ഡയറ്റ് വീഡിയോസ്, ലൈഫ് സ്റ്റൈൽ വീഡിയോസ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ thank you so much for watching. Love you all. Bye bye. And also advanced happy Christmas and a happy new year. Bye.